ഒരു ഹോളിഡേ കിട്ടാൻ വേണ്ടി നമ്മൾ 3 പേരും കട്ട വെയിറ്റിംഗ് ആവട്ടോ. വേറൊന്നല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ചില്ല ചെയ്യാന്നുള്ള മെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതായിരിക്കും നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങുന്നുണ്ടാവുക. ആൻഡ് ദെൻ ലാസ്റ്റ് നമ്മൾ വന്നെത്തുന്നത് എവിടെ വെച്ചാൽ ഈ ഒരു മെയിൻ സ്പോട്ടിലായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് എത്തുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വേറെ എങ്ങോട്ടല്ല, ഗുരുവായൂരുള്ള ഒരു കഫേയിലോട്ടായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ റീൽസ് ഒക്കെ കണ്ട് സേവ് ചെയ്ത് വെക്കില്ല, അങ്ങനത്തെ ഒരു കഫേ ആയിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകണമെന്ന് കരുതിയിട്ട് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കില്ല, അങ്ങനത്തെ ഒരു സ്ഥലം കൂടെ ആയിരുന്നു. ഈ ഒരു ഈവനിങ് വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടോ. ഗുരുവായൂർ വന്നിട്ടുള്ളവർക്കറിയാം ഈ ഒരു ഈവനിങ് ടൈം ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കഫേ, സുലൈമാനി മജ്ലിസ്. കഫേയുടെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോസി ആയിട്ടുള്ളൊരു കഫേയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. എസ്പെഷ്യലി ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ ഒരു മിറർ ഇരിക്കുന്ന ഭയങ്കര രസമാണ്. ആ ഒരു കോർണറിൽ എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നൈറ്റിൽ ഈ ഒരു ഫോഗ് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങളൊരു പീസ് ഓഫ് പ്ലേസ് കഫേ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, ദേ ആർ ഗെറ്റ് ഹിയർ. ഇവിടെ ഫുഡും അതുപോലെ തന്നെയാണ്, ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിട്ട് ഫുഡും. ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലോഡർ ഫ്രീസും മൊഹിറ്റോസ് ആയിരുന്നു നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ഒരു 5 o'clock സംതിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 8:30 സംതിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ.